കൊള്ളയടിക്കാൻ പറ്റിയതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തിന് വീണ്ടും തിരിച്ചടി. മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ചെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നതിനാലാണ് വിശദമായ തുടരന്വേഷണത്തിന് നിർദ്ദേശിക്കുന്നതെന്നും ഉത്തരവിലുണ്ട്. 2022 പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗമുണ്ടായത്. ഏറ്റവും നന്നായി ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റുന്ന ഭരണഘടനയാണ് നമ്മുടേത്. അതിൽ കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട്. ജനാധിപത്യം, കുന്തം, കുടച്ചക്രം എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എന്നായിരുന്നു പ്രസംഗം. ഇതിനു പിന്നാലെ മന്ത്രിസ്ഥാനത്തിന് സജി ചെറിയാന് രാജിവെക്കേണ്ടി വന്നു. മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗം വളച്ചൊടിച്ചുവെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൊതുപ്രവർത്തകനാണ് താനെന്നും സജി ചെറിയാൻ മറ്റൊരു പ്രസംഗത്തിൽ വിശദീകരിച്ചിരുന്നു. ഭരണഘടനയെ സംരക്ഷിക്കണമെന്നാണ് നിലപാട്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് ശാക്തീകരണം ആവശ്യവുമാണ്. അതാണ് സൂചിപ്പിച്ചത്. ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല. അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ലെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു. ഭരണഘടനയുടെ ആമുഖം വായിച്ചായിരുന്നു സജി ചെറിയാന്റെ ഈ വിശദീകരണം. അംബേദ്കറെ പ്രസംഗത്തിൽ അപമാനിച്ചിട്ടില്ല. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിലും പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറയുന്നതിലും ദുഃഖമുണ്ട്. അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു. എന്നാൽ മല്ലപ്പള്ളി പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചീറ്റ് നൽകിയ സംസ്ഥാന പോലീസ് നടപടി അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. സംസ്ഥാന പോലീസ് അന്വേഷണം അപൂർണമാണ്. അത് ശരിയായ വിധത്തിലുള്ളതായിരുന്നില്ല. വസ്തുതകളുടെ കൃത്യവും ശാസ്ത്രീയവുമായ പരിശോധന നടന്നിട്ടില്ല. കേസ് അവസാനിപ്പിച്ചത് വേഗത്തിലായിപ്പോയി. പ്രസംഗത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വരും മുൻപേ അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത് ഒട്ടും ശരിയായില്ല. പ്രസംഗത്തിന്റെ ദൃശ്യവും ശബ്ദ സാമ്പിളുകളുടെ ശരിയായ പരിശോധനയും റിപ്പോർട്ടിന്റെ ഭാഗവുമായിട്ടില്ല. സാക്ഷിമൊഴികൾ പോലും കൃത്യമായി രേഖപ്പെടുത്തിയില്ല. പ്രസംഗം കേട്ട മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായില്ല. വസ്തുതകൾ പരിശോധിക്കാതെയുള്ള തികച്ച അപക്വമായ അന്വേഷണമാണ് നടന്നത്. ഈ റിപ്പോർട്ട് അതേപടി സ്വീകരിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിയും ഉചിതമായില്ല. റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി റദ്ദാക്കിക്കൊണ്ടാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. ഏത് സാഹചര്യത്തിലാണ് കുന്തം കുടച്ചക്രം എന്ന വാക്ക് പ്രസംഗത്തിൽ ഉപയോഗിച്ചതെന്ന് അറിയണം. പ്രസംഗം കേട്ടവരുടെ മനസ്സിൽ ഭരണഘടനയെ പറ്റി അവമതിപ്പുണ്ടാക്കിയെന്നും പരിശോധിക്കേണ്ടതുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവനയെന്ന് ഹൈക്കോടതി വിലയിരുത്തി. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി. സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ മിടുമിടുക്കനായ ഉദ്യോഗസ്ഥരെ കൊണ്ട് DGPയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവിന്റെ തൊണ്ടി മുതൽ കേസ് സുപ്രീം കോടതിയിൽ എത്തി വിവാദം കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് മന്ത്രി സജി ചെറിയാന്റെ ഈ ഭരണഘടനാ വിരുദ്ധ പരാമർശവും ഉയർന്നു വരുന്നത്. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള കോടതി വിധികൾ വരുമ്പോൾ അതാത് കാലത്ത് ഭരണപക്ഷത്തുള്ളവർക്കെതിരെ CPM-ഉം ഇടതുപക്ഷ സർക്കാരും മുന്നോട്ടിറങ്ങി രാജി ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ പിണറായി സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക.